ഞങ്ങളുടെ സ്കൂള് ഞങ്ങൾ അഭിമാനമാണ്. കൂടെ പഠിച്ച പ്രിയ കൂട്ടുകാരൻ ഷാജിയുടെ വീട് കൂടലായിരുന്നെന്ന്. വീട് കൂടൽ ചടങ്ങ് കഴിഞ്ഞിട്ട് കുറച്ച് കൂട്ടുകാർ പറഞ്ഞ് നമുക്ക് സ്കൂളിലൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണിപ്പോൾ. ഞങ്ങൾ പഠിച്ച സ്കൂളാണ് GHSS പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഞങ്ങളുടെ പൊന്നു സ്കൂള്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയെങ്കിലും അന്നും ഇന്നും മറക്കാനാവാത്ത ഒരേ ഒരു കാര്യമാണ് കൂടെ പഠിച്ച പ്രിയ കൂട്ടുകാരും നമ്മൾ പഠിച്ച സ്കൂളുകളും. ആർക്കും മറക്കാനാവില്ല. കൂടെ പഠിച്ച കൂട്ടുകാരെ വീണ്ടും വീണ്ടും കാണുമ്പോൾ മനസ്സിനെന്തോ വല്ലാത്ത സന്തോഷമാണ്. ഇതാണ് ഞങ്ങളുടെ സ്കൂള്. ഒരുപാട് കഥകൾ പറയാനുണ്ട്. സ്കൂളിലെത്തിയപ്പോൾ വീണ്ടും വല്ലാത്ത സന്തോഷം തോന്നി കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്കൂള്? നിങ്ങളുടെ സ്കൂൾ ഏതാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വരുന്നതാണ് സ്നേഹനിധിയായ മാനുപ്പ, പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ. ഇപ്പോൾ വൈകി വന്ന കുട്ടിൻ്റെ പേര് നാസറാണ്. ക്ലാസ് കയറാൻ വൈകി. ഈ പോകുന്നത് ഹനീഫ മാഷ്. ഞങ്ങളുടെ ബാച്ചിൽ മാഷന്മാരും ടീച്ചർമാരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എന്തിനേറെ പറയുന്നു എല്ലാവരും ഉണ്ട്. കുട്ടി ഞങ്ങൾ ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്? ഡി ക്ലാസ്സിലായിരുന്നു. 10 ഡിയിൽ. ഏത് വർഷമായിരുന്നു അത്? നമ്മൾ 91-92 കാലഘട്ടമാണ് നമ്മൾ 10ാം ക്ലാസ്. 5ാം ക്ലാസ് മുതലേ നമ്മൾ ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എന്തെങ്കിലും ഒരു നല്ല ഓർമ്മ പറയാം അക്കാലത്തില്? ഓർമ്മകൾ എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ആട്ടും കൂടെ ഇരുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ഈ ഒരു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നട്ടിട്ടില്ലേ, അത് നല്ലൊരു കാഴ്ചയായിരുന്നു അന്ന്. പട്ടിയൊക്കെ അടിച്ചിട്ടില്ല മനോഹരമായിട്ടുള്ളൊരു ആട്ടുംകൂട് എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. അത് ഇതിൻ്റെ ഒറ്റ മധ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ അന്നത്തെ ആ സ്റ്റേജൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗണപതി മാഷായിരുന്നു നമുക്ക് മലയാളം ബിക്ക് ഉണ്ടാവുക. അപ്പോൾ മൂപ്പരൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കാണ് കൊണ്ടുപോകും. ഇതിൽ ക്ലാസ്സിൽ ഒട്ടും സീരിയസ് അല്ലാത്തൊരു വിഷയമാണ് ഈ മലയാളം ബി ഒക്കെ. അപ്പോൾ OMB മാഷും അതേപോലെ തന്നെ ഈ ഗണപതി മാഷൊക്കെ അല്ല അയാൾ മലയാളം ബി ഞങ്ങൾക്ക് എടുത്തിരുന്നു. മലയാളം ബി എടുത്തിരുന്നു. ഇതോ ഇതില്ലേ? ഓക്കെ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് ആ മരം സെലീന തച്ചങ്കോടൻ സെലീനാന്റെ വീട്ടിൽ നിന്ന് ആ പിലാവിന്റെ ചരിത്രം ഉണ്ടല്ലേ? സത്യ, ഈ എത്രാമത്തെ വർഷത്തിലാണ് നമ്മുടെ പാണ്ടിക്കാട് സ്കൂളിലേക്ക് വരുന്നത്? ഞാൻ പാണ്ടിക്കാട് സ്കൂളിൽ വന്നിട്ടൊക്കെ കുറെ വർഷമായി. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടല്ലോ 91-92 ബാച്ചിലുള്ള ഫ്രണ്ട്സ് ആണ്. ഓക്കെ. ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ ഏറ്റവും മറക്കാനാവാത്ത നല്ലൊരു ഓർമ്മയാണ് നമ്മുടെ പാണ്ടിക്കാട് ഹൈസ്കൂളിൽ പഠിച്ചത്. കളിയും ചിരിയും എല്ലായിട്ട്. പഠിക്കാൻ മോശമാണെങ്കിൽ നന്നായിട്ട് കളിച്ചിരുന്നു. അപ്പൊ ഇന്ന് വീണ്ടും ഈ സ്കൂളിന്റെ മുറ്റത്തെത്തിയപ്പോ ഒരുപാട് സന്തോഷം തോന്നി. അതെ. ഇതിൽ വലിയൊരു രസം എന്താ വെച്ചാലേ നമ്മള് അന്നൊന്നും കാണാത്ത സംഭവങ്ങളാണ് ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ സംഭവങ്ങള്. സ്കൂളിന്റെ മെയിൻ ഗേറ്റ് മാറി. അതെ. കുറെ മാറ്റങ്ങൾ. അതെ. പുതിയ ബിൽഡിങ്ങുകൾ. അതെ. നല്ല മാറ്റം. ഓക്കെ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അന്നത്തെ കാലഘട്ടമാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ പ്രത്യേക ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾ എന്താ പറഞ്ഞാൽ എല്ലാവരും തന്ത വൈബ് പറഞ്ഞ് കളിയാക്കി കാണുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നും ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല. വല്ലാത്തൊരു കാലഘട്ടം. സാധിക്കേ നമ്മൾ 92 കാലഘട്ടം തന്നാലേ നമ്മള് ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ ആയതുകൊണ്ട് വലിയ നിറങ്ങളിൽ ഓർമ്മകളൊന്നും ഇല്ല. സുഖം എന്താണ് ഒക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അന്നത്തെ ഒരു കാലഘട്ടത്തും ഇപ്പത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുമ്പോ ഏതാ നല്ലത് വെച്ച് നോക്കുമ്പോൾ നമ്മള് കഷ്ടപ്പാടും ദാരിദ്ര്യത്തിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പോഴാണ് നല്ലത്. പക്ഷെ അന്നത്തെ ഒരു ഫീല് ഇപ്പല്ല. അതിന്റെ എന്താ വെച്ചാൽ കാലഘട്ടത്തിന്റെ ഒരു മാറ്റാണ് അത്. നമുക്ക് കുറ്റം പറയാൻ വയ്യ. അപ്ഡേറ്റ് ചെയ്ത് മാറല്ലേ, എല്ലാ ഭാഗങ്ങളും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയത് വരും. കാലമായിട്ട് മുടിക്കൊന്നൊരു മാറ്റമില്ല. ഇതെന്താ സംഭവം? മുടിക്ക് മാറ്റില്ല, പോയിട്ടും ഇല്ല, നരച്ചിട്ടും ഇല്ല. അത് കുളിച്ചിരുന്ന സോപ്പ് 501 സോപ്പ് അറിയോ?
അതുകൊണ്ടാ 501 ബാർ സോപ്പ് എന്ന് കുളിക്കാണ്ടിരുന്നത് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത്. അതിന്റെ സ്ട്രോങ് ആണിത്. അതിന്റെ സ്ട്രോങ് ആയിരിക്കാം. പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ചു കൊണ്ട് പീലി പെറ്റു കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന്. ഇപ്പോൾ ആ കഥകളെ നീ അപ്പടി